സ്കൂൾ തുടങ്ങുന്നതിൻ്റെ മുൻപ് ഒരു അരമണിക്കൂർ മുമ്പൊക്കെ വന്ന് ഇത് വെള്ളം നനച്ചെടുക്കും, ഓക്കെയിലേക്ക് നോക്കും. നല്ലൊരു മെസ്സേജ് കുട്ടികൾക്ക് ഇതിലൂടെ ഞങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ ധാരാളം പരിപാടികൾ ഹരിത ക്ലബിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ തുടർന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. തിരൂർക്കാട് AM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുറ്റത്ത് പൂത്തുവിടർന്നു നിൽക്കുന്ന ഓരോ ചെണ്ടുമല്ലിപ്പൂവിനും പറയാനുള്ളത് ഈ വിദ്യാലയത്തിലെ കുരുന്നു പ്രതിഭകളുടെ കാലങ്ങളായിട്ടുള്ള കഠിനാധ്വാനത്തിന്റെ കഥകൾ തന്നെയാണ്. വിരിഞ്ഞു നിൽക്കുന്ന ഓരോ ചെണ്ടുമല്ലിപ്പൂക്കളും കണ്ണിനും മനസ്സിനും നൽകുന്നത് കുളിർമയുള്ള കാഴ്ചകൾ തന്നെയാണ്. പാഠപുസ്തകങ്ങളിലെ പാഠങ്ങളിൽ മാത്രം ഒതുങ്ങാതെ പുതിയ പാഠങ്ങൾ തേടുകയാണ് ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ. നമ്മളോടൊപ്പം ഈ ഒരു പദ്ധതിക്ക് വേണ്ടി ഏറ്റവും അധികം വിദ്യാർത്ഥികൾക്ക് പിന്തുണ നൽകിയ പ്രധാന അധ്യാപകൻ മജീദ് സാറും അതോടൊപ്പം തന്നെ സഹപ്രവർത്തകരും കൂടെയുണ്ട്. എങ്ങനെയാണ് വിദ്യാർത്ഥികളുടെ ഇത്തരം താല്പര്യങ്ങൾക്ക് പ്രധാന അധ്യാപകൻ എന്ന നിലയിൽ നിങ്ങൾ നൽകുന്ന ഒരു പിന്തുണ? ആധുനിക കൃഷി രീതി കുട്ടികളെ പരിചയപ്പെടുത്തുക എന്നാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം. പുതിയ പാഠ്യപദ്ധതിയിൽ ഗവൺമെൻറ് തന്നെ ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു സ്കൂളിൽ ഇതുപോലെ ഒരു ഗാർഡനിങ് നടത്തുമ്പോൾ അതൊരു സമൂഹത്തിലേക്കുള്ള ഒരു അവബോധം ഉണ്ടാക്കുക, കുട്ടികളെ പരിസ്ഥിതി ശുചിത്വം, അതുപോലെ വീടും പരിസരവും സ്കൂളും ക്യാമ്പസും ഒക്കെ ഭംഗിയാക്കി സൂക്ഷിക്കുക എന്നൊക്കെ ഒരു മെസ്സേജ് കുട്ടികളിലൂടെ ജനങ്ങൾക്ക് കൊടുക്കുക അല്ലെങ്കിൽ സമൂഹത്തിന് കൊടുക്കുക എന്നാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇത് ഞങ്ങൾ ഓഗസ്റ്റ് 1 ഇത് തൈ നട്ടത്. ഏകദേശം 1.5 മാസം കൊണ്ട് തന്നെ ഇതായിട്ടുണ്ട്. കുട്ടികൾ ഹരിത ക്ലബിൻ്റെ സ്കൂൾ ഹരിത ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഇങ്ങനെ ഒരു പദ്ധതി തുടങ്ങിയത്. അതുപോലെ സ്കൂളിലെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, മാനേജർ എല്ലാം ഇതിനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. നല്ലൊരു മെസ്സേജ് കുട്ടികൾക്ക് ഇതിലൂടെ ഞങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു. ഈ ഒരു കാര്യത്തിൽ പ്രധാനാധ്യാപകൻ നൽകുന്ന പിന്തുണ എടുത്തു പറയേണ്ടതാണ്. അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകർ നമ്മുടെ കൂടെയുണ്ട്. ഈ ഒരു കൃഷി, ചെണ്ടുമല്ലി കൃഷി പ്രാരംഭഘട്ടമെന്ന നിലയിലാണ്, തുടർന്ന് എന്തെങ്കിലും കൃഷികൾ ചെയ്യാനുള്ള പ്ലാനിംഗ് ഉണ്ടോ? ഞങ്ങൾ കഴിഞ്ഞ വർഷം അതിൻ്റെ മുമ്പത്തെ വർഷങ്ങളിലൊക്കെ തന്നെ പച്ചക്കറി കൃഷി നന്നായിട്ട് ചെയ്യണ്ടായി. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഹെഡ് മാസ്റ്ററുടെ പ്രത്യേക താല്പര്യത്തിലാണ് ഇപ്പോൾ ഈ ചെണ്ടുമല്ലി കൃഷി ചെയ്തിട്ടുള്ളത്. ഇതൊരു ആവേശമായി സ്വീകരിച്ച് തുടർന്ന് നമ്മുടെ ഹരിത ക്ലബിൻ്റെ നേതൃത്വത്തിൽ കുട്ടികൾ ക്ലാസ് മുറികൾക്ക് പുറത്തേക്ക് അവർക്ക് കൃഷിരീതികളൊക്കെ പരിചയപ്പെടാൻ സഹായകമായിട്ടുള്ള ഒട്ടേറെ പദ്ധതികളും പരിപാടികളും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ 25-ാം തീയതി നടീൽ ഉത്സവം നമ്മളിവിടെ പാടത്ത് ഇവിടെ സജീവമായിട്ട് കൃഷി നടക്കുന്ന സ്ഥലത്ത് കുട്ടികൾ തന്നെ നേതൃത്വം നൽകിക്കൊണ്ട് നാറ് പറിച്ച് നടുകയും ചെയ്യുന്ന ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാവുന്നതാണ്, പുതിയ കാലത്ത് കുട്ടികൾക്ക് ഈ കൃഷിരീതികളെ, സാമ്പ്രദായികമായിട്ടുള്ള കൃഷിരീതികളെ സംബന്ധിച്ചൊന്നും ഒരു ധാരണയില്ല. പ്രത്യേകിച്ച് നമ്മൾ കഴിക്കുന്ന അന്നം എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, എങ്ങനെയാണ് അത് തീന്മേശയിലേക്ക് എത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും കുട്ടികൾക്ക് വേണ്ടത്ര അവബോധമില്ല. അപ്പോൾ അത് പരിചയപ്പെടുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാന ആവശ്യം എന്ന് പറയുന്നത് ഭക്ഷണമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷണം, ധാന്യങ്ങൾ, കൃഷിരീതികൾ, അതേക്കുറിച്ച് അവബോധം ഉണ്ടാക്കുക എന്നതോടൊപ്പം തന്നെ ഈ പരിപാടി, നമ്മൾ ഈ ചെണ്ടുമല്ലി കൃഷി ഇത് ഒന്ന് ആസ്വാദന തലത്തിലും അതുപോലെ തന്നെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ളതും കുട്ടികൾക്ക് പ്രചോദനമാകുന്നതുമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ ധാരാളം പരിപാടികൾ ഹരിത ക്ലബിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ തുടർന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മളോടൊപ്പം ഈ ഒരു കൃഷികൾക്ക് നേതൃത്വം നൽകുന്ന സ്കൂളിലെ ഹരിത ക്ലബിന്റെ ഭാരവാഹികൾ കൂടെയുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ ഇത്തരം താല്പര്യങ്ങൾക്ക് എങ്ങനെയാണ് സ്കൂൾ നൽകുന്ന ഒരു പിന്തുണ? സ്കൂളിൽ സാർമാരായാലും HM ആയാലും ഡെപ്യൂട്ടി HM ആയാലും എല്ലാ സാർമാരും ഭയങ്കര സപ്പോർട്ടാണ്. ഞങ്ങൾ ഓഗസ്റ്റ് 1 ഇത് തുടങ്ങിയത്. എല്ലാവരും ഇപ്പോൾ ഒരു പാർട്ട് ടൈമായിട്ട് ഇതിൽ ചെയ്യാൻ എല്ലാവരും
സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ സാർമാരായാലും ഇതിന് പിന്തുണ നൽകുന്നുണ്ട്. എന്തായാലും നിങ്ങൾ പഠനത്തിനിടയിലാണ് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സമയം കണ്ടെത്തുന്നത്. എങ്ങനെയാണ് ഇതിനു വേണ്ടിയുള്ള സമയം കണ്ടെത്തുന്നത്? ഞങ്ങൾ ഇൻ്റർവെല്ലിന് വന്നിട്ട് ഇത് വെള്ളം നനച്ചു കൊടുക്കും. അതുപോലെ തന്നെ സ്കൂൾ തുടങ്ങുന്നതിൻ്റെ മുൻപ് ഒരു അരമണിക്കൂർ മുമ്പൊക്കെ വന്ന് ഇത് വെള്ളം നനച്ചു കൊടുക്കും. ഓക്കെയിലേക്ക് നോക്കും. (2500-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ ഒരു വിദ്യാലയത്തിലെ ഓരോ വിദ്യാർത്ഥികളും കൃഷിയോട് അത്രമേൽ താല്പര്യമുള്ളവരാണ്. കൃഷി വളർത്തുക എന്നല്ലാതെ നശിപ്പിക്കാൻ ഒരു വിദ്യാർത്ഥിയും ശ്രമിക്കുന്നില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതിന് ഉദാഹരണം തന്നെയാണ് ഇവിടെ വിടർന്നു നിൽക്കുന്ന ഓരോ പൂക്കളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടുത്തെ അധ്യാപകരുടെ വാക്കുകളിൽ നിന്ന് പ്രകടമാവുന്നത് ഇതൊരു തുടക്കം മാത്രമാണ്. ഇനിയും ഒരുപാട് കൃഷികളിലൂടെ മുന്നേറാനാണ് ഈ ഒരു വിദ്യാലയം ശ്രമിക്കുന്നത്. തിരുവുടുക്കാട് AM ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം അജ്നാസ് കുടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ 10,000 രൂപ ഓണ സമ്മാനവുമായി സഫ ജ്വല്ലറിയിൽ ഓണാഘോഷം. സഫലമി ഓണം സെപ്റ്റംബർ 6 വരെ. ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ഗോൾഡ്, ഡയമണ്ട് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ ഈ ഓണത്തിനായി സഫ ജ്വല്ലറി പ്രിയ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു. ഈ ഓണം സഫയ്ക്കൊപ്പം സഫലമാക്കൂ. ഏവർക്കും സഫ ജ്വല്ലറിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സഫ ജ്വല്ലറി.